ഞാൻ തുടക്കത്തിലെ അനീഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചൊറിച്ചിലൊക്കെ നല്ലതാണ്, പക്ഷെ അതൊരു ലെവൽ വിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വള്ളിയാവുന്നു. അതേപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും അനീഷിനെ എടുത്ത് ഉടുക്കുന്നുണ്ട്, ഉടുത്ത് പോകും. അല്ലെങ്കിൽ പുറത്താണെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാം, കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്നും ചെയ്യാം എന്നുള്ള റൂൾ ഉണ്ടായിരുന്നെങ്കിൽ അനീഷിന് ഇന്ന് എല്ലാവരും പല്ലിയെ കിട്ടേനെ. കാരണം ഫുഡ് എല്ലാ സീസണിലും ഒരു വിഷയം തന്നെയാണ്. ഈവൻ ഫുഡ് അവർ അങ്ങനെ പരിമിതിയോടുകൂടെ കൊടുക്കത്തുള്ളൂ, ഈ സീസണിൽ മാത്രമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇന്നലെ ബിനി വന്ന് പറയുന്നുണ്ട്, കുറച്ചേ ഉള്ളൂ വീറ്റ് പൗഡർ, 2 ചപ്പാത്തിക്ക് ഉള്ളതൊക്കെ ഉള്ളൂ, ഷോകാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗെയിം ടാസ്കോടുകൂടി അക്ബർ ജയിക്കുന്നു. അക്ബറിന് 20 സെക്കൻഡ് ടൈം കൊടുക്കുന്നു, ഫുഡ് എടുത്തിട്ട് വരാം എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. 500 പോയിന്റ്സ് ആണുള്ളത്, അതിൽ 690 പോയിന്റ്സിനുള്ള ഫുഡ് പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ വന്നു. അപ്പം റൂൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുന്ന പോയിന്റിനേക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ വന്നിരിക്കുന്ന സംഭവം എടുത്ത് അകത്ത് വെക്കണം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ലൈക്ക് എങ്ങനെയാണ് ഓക്കെ ആണെന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ഓക്കെ ആണെന്നുള്ളത്. ആക്ച്വലി അവിടെ ഫുഡ് കിട്ടാതെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അപ്പോഴും അവിടെ അനീഷ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇവരൊക്കെ മൂക്കുമുട്ട തിന്നിട്ട് ഇരിക്കുകയാണെന്നുള്ളത്. ആ പ്രയോഗമൊക്കെ ഭയങ്കര കുറച്ച് ഓക്വേർഡാണ്. എന്നാൽ പോലും അനീഷ് ഒരുമാതിരി കോമണറായിട്ട് വന്നിട്ട് ഒരു നാറിയ കളിയാണ് ഇതിനകത്ത് കളിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പോയിന്റ് കൂടി എടുത്തുകൊണ്ട് ഈ വ്യക്തി അവിടെ നിന്ന് പറയാണ്, ബിഗ് ബോസ് 500 പോയിന്റ്സ് ആണ്, 690 പോയിന്റിന് എടുത്തിട്ടുണ്ട്, സോ ഇതെല്ലാം തിരിച്ചെടുത്തോളാൻ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫുഡിന്റെ കാര്യത്തിൽ എന്ത് വൃത്തികെട്ട പരിപാടിയാണ്. അവിടെ ഭക്ഷണം ഇല്ലാതെ ജീവിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? ഈവൺ ഒന്ന് കൗണ്ടർ ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും ഒരു ചപ്പാത്തി വേണ്ട. ഇയാളിത് ഈ എന്ത് ഉദ്ദേശത്തിലാണ് ഈ വൃത്തികെട്ട വർത്താനം പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ഫുഡ് വേണ്ട, ഇയാൾക്ക് ഫുഡ് കഴിക്കാതെ ഇയാൾക്ക് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ എല്ലാം തിരിച്ചു കൊടുത്തോളാം പറഞ്ഞത്. അപ്പൊ ഇയാൾ ഫുഡ് കഴിക്കണ്ട, എന്നിട്ട് ബാക്കിയുള്ളൊരു ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇയാൾക്ക് കൊടുക്കാതെ ഇരിക്കുക. 2 ദിവസം പട്ടിണി കിടന്നു കഴിയുമ്പോൾ മനസ്സിലാവും പോയിന്റ് എന്താണെന്നും ഫുഡ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം എല്ലാവരുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട്. കൈ വെച്ചാലോ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിപ്പോയി. അതൊരു വൃത്തിയായിട്ട് നാറിയ കളിയായിപ്പോയി. ഇനിയിപ്പോൾ ഫുഡ് കൊടുത്തില്ലെന്ന് തന്നെ വെച്ചോ, അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും കോമണറായിട്ട് കയറിയ അനീഷിനെ പട്ടിണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി എന്ത് ലോജിക്കില്ലാത്ത വർത്തനാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അവിടെ അത്രയും ആൾക്കാർ വിശന്നിരിക്കും, ഇയാൾക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലാവോ? ബിഗ് ബോസിനോട് പറയാണ് പോയിന്റ് കൂടുതലാണ്, 690 പോയിന്റിന് എടുത്തിട്ടുണ്ട്, ഈ ഫുഡ് എല്ലാം കൂടി അങ്ങോട്ട് തിരിച്ചു വെച്ച് കൊടുത്തോളാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി പട്ടിണിക്ക് ഇടുക വേണ്ടത്. അതന്നെ, പട്ടിണി എടുക്കട്ടെ, കുറച്ച് ദിവസം പട്ടിണി എടുക്കട്ടെ. അല്ല ഒരു ദിവസം ഒരു നേരമെങ്കിലും, അല്ലെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി പ്രേതം നടക്കണ മാതിരി ഇങ്ങനെ ഉല്ലാത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ അറിയാൻ പറ്റും വിശപ്പ് എന്താന്നുള്ളത്. അപ്പോൾ അവർ അത്രയും കഷ്ടപ്പെട്ട് ടാസ്ക് എടുത്തു പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അത് ആസ് എ ക്യാപ്റ്റനാന്നും കൂടി ആലോചിക്കണം. ആസ് എ ക്യാപ്റ്റനും കൂടിയാണ് ഇയാൾ ഈ വൃത്തികെട്ട തగ్గടിച്ചത്, ഫുഡൊക്കെ കൂടി തിരിച്ചു കൊടുത്തോളാൻ. ബാക്കിയുള്ളവരൊക്കെ കൂടി വലിച്ചു ഓൾമോസ്റ്റ് വാക്കാൽ വെർബലി അവിടെ എല്ലാവരും വലിച്ചു കയറുന്നുണ്ട്, എല്ലാവരുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ആവാം, പക്ഷെ ഈ ചൊറിച്ചിൽ ഇപ്പൊ ലെവൽ വിട്ട് പോയി തുടങ്ങി. എന്തുദ്ദേശത്തിലാണ് പുള്ളി ഇതെല്ലാം തിരിച്ചു കൊടുത്തോളം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ 190 പോയിന്റ് അല്ലേ, ഞങ്ങൾ വിശന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് ഫുഡ് അലോട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നതിന് പകരം ഒക്കെ കൂടി തിരിച്ചു കൊടുത്തേക്കാൻ ഇയാൾ എന്താ ചെയ്യേണ്ടത്?